പനി നല്ലതാണോ പനി ദോഷമാണോ എന്നൊരു ചോദ്യം വരാറുണ്ട്. സത്യത്തിൽ ഞാൻ പറയും പനി നല്ലതാണെന്ന്. നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും പറഞ്ഞു തരുന്ന ഒരു ലക്ഷണമാണ് പനി. നമ്മൾ എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് ആദ്യം ഡിറ്റക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും പനിയിലൂടെയാണ്. പനി, വേദന ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ വലിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും അസുഖം വന്നു കഴിഞ്ഞാൽ, പനി വന്നു കഴിഞ്ഞാൽ പനിയുടെ മരുന്ന് അഗ്രസീവായിട്ട് കൊടുത്ത് പനി കൺട്രോൾ ചെയ്യുന്നതിൽ പലപ്പോഴും മുൻതൂക്കം നൽകാറുണ്ട്. അതിന് പകരം ആദ്യത്തെ ഒരു ദിവസമൊക്കെ പനീൻ്റെ മരുന്ന് 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം. അതിനുശേഷം ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പോലും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് വീണ്ടും പനി വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം ഫസ്റ്റ് 1 or 2 ഡേയ്സിന് ശേഷം കൊടുക്കേണ്ടത്. കാരണം ഈ പനിയുടെ കാഠിന്യം അനുസരിച്ച് നമുക്ക് അസുഖം എങ്ങോട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പനിക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല മെഡിസിൻ എൻ്റെ അഭിപ്രായത്തിൽ പാരസെറ്റമോളാണ്. പലരും പനിയെ പേടിച്ചിട്ട് മെഫ്താൽ കൊടുത്ത് പെട്ടെന്ന് പനി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും ഫസ്റ്റ് ലൈനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് സൈഡ് എഫക്റ്റുകളെല്ലാം കുറവുള്ളത് പാരസെറ്റമോളാണ്. അതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ മറ്റു മരുന്നിലേക്ക് പോകാൻ പാടുള്ളൂ. അതുപോലെ പനി ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അസുഖത്തെ ട്രീറ്റ് ചെയ്യുന്നതിന് മുൻതൂക്കം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അസുഖം കൺട്രോൾ ആയി കഴിഞ്ഞാൽ പനി നാച്ചുറലി കൺട്രോൾ ആവും. 1-2 ദിവസത്തിന് ശേഷം അതിശക്തമായ പനി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റുകളോ അനിവാര്യമായ മറ്റു ടെസ്റ്റുകളോ ചെയ്യേണ്ടതാണ്.